സോ ഹലോ ഗൈസ്, എല്ലാവർക്കും മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേയുടെ എപ്പിസോഡിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട്, നമുക്ക് സ്വന്തമായിട്ടൊരു വീടൊന്നുമില്ല. അപ്പോൾ നമ്മളെ ബാക്കിൽ കാണുന്ന ഈ സാധനത്തിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അധിക കാലം നമ്മൾ പോകില്ല. അതുകൊണ്ട് നമുക്ക് കിടക്കാനും തിന്നാനും സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ നമ്മളെ ഒരു പെര ഉണ്ടാക്കണേ. പിന്നെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും ചേഞ്ചുകളൊക്കെ. സംഭവം നമ്മൾ ഓഫ് ക്യാമറയിൽ ഗ്രൈൻഡിങ് ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് കാണുന്ന ഈ സാധനങ്ങളൊക്കെ ഇനി നമ്മളെന്താ കാട്ടിൽ വെച്ചാൽ ആ വീടെടുത്തിട്ട് ആ വീട്ടിൽ നമ്മൾ സ്റ്റോറേജിൽ നടക്കണം. അവിടെ ആയിരിക്കും നമ്മൾ വീട്. അതിനെ വിചാരിച്ചത് അവിടെ കൃഷി ചെയ്യാനായിരുന്നു. പക്ഷേ ഇപ്പോൾ വീട് വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. നമ്മൾ വീട് വെക്കാനുള്ള റിസോഴ്സൊക്കെ നമ്മൾ ഓൾറെഡി കുറേയൊക്കെ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മളെ വീടിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ക്ലീൻ ആക്കിയിട്ട് ഇനി അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിത് ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെയുള്ള അവസ്ഥ. അപ്പോൾ ഫുള്ള് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ വീടിനുള്ള പ്ലാൻ വരച്ചിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ലാസ്റ്റത്തെ ഈ ഭാഗം കൂടി ടിൽറ്റ് ചെയ്താൽ നമ്മളെ വീടിൻ്റെ പ്ലാൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നമ്മളെ വീടിൻ്റെ പ്ലാന് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ തമിഴിൽ കാണുന്നതിന് മനസ്സിലാവും, അതാണ് നമ്മളെ വീട് എന്ന്. ഓക്കെ, നൈറ്റ് ആവുന്നുണ്ട്. നമുക്ക് നേരെ ഈ നൈറ്റ് സ്കിപ്പ് ചെയ്താണ്ട് ഇനി ബാക്കി ജോലിയിലോട്ട് തുടരാം. അത് നമുക്ക് ഈ ബെഡ് അവിടെ കൊണ്ടുവരണം കേട്ടോ. കാരണം പിന്നെ ഇങ്ങോട്ട് വന്ന് പിന്നെ അങ്ങോട്ട് പോകേണ്ട ഒരു ചെറിയൊരു ശല്യമായിട്ടാണ് തോന്നുന്നുണ്ട്. അതൊക്കെ നമുക്ക് അവിടേക്ക് പോയിടാം. അല്ലെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ ഒന്ന് കൊണ്ടുപോയി ഇടാമായിരുന്നു അല്ലേ? എന്നാൽ നമുക്കിപ്പോൾ തന്നെ കൊണ്ടുപോയിടാം. ഈ ബെഡ് എടുത്താണ്ട് നമ്മൾ അവിടെ പോയി വെച്ചാൽ പിന്നെ കിടന്നുറങ്ങാൻ നമുക്ക് വേഗം സിമ്പിളായിനെ. ഓക്കെ, നമ്മളിതാ ബെഡ് ഈ ഭാഗത്ത് ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ വീടിൻ്റെ പ്ലാനർ ഉണ്ട്. ഒരു ചെറിയ തട്ടിക്കൂട്ട് സെറ്റപ്പ് ആണ്. സ്റ്റോറേജും കിടക്കാൻ പറ്റിയ ഏരിയയും ഒക്കെ ഉള്ള ഒരു ചെറിയ തട്ടിക്കൂട്ട് സെറ്റപ്പ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് നമ്മൾ വീട് മാത്രമാണ് കേട്ടോ, വേറെ ഒന്നും ഉണ്ടാക്കണില്ല. നമ്മൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ വിചാരിച്ചിട്ടുണ്ട് നമ്മൾ ഫാം ഉണ്ടാക്കാനാണ്. ഫാം മീൻസ് വീറ്റ് ഫാം, ക്യാരറ്റ് ഫാം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ക്യാരറ്റ് കിട്ടണം. അതിന് നമ്മളെ വില്ലേജ് ഒന്നും കണ്ടുപിടിച്ചണം. ഓക്കെ, അത് നമ്മൾ ഞാൻ ഓഫ് ക്യാമറ ചെയ്തുകൊണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. എന്നാൽ നമ്മൾ പിന്നിട്ടുന്ന എപ്പിസോഡൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ടാസ്ക് ഒക്കെ തരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, നമുക്കതുപോലെ ചെയ്യാം. അടുത്ത എപ്പിസോഡിൽ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ടാസ്ക് നമുക്ക് തരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടാം, നമുക്ക് സെറ്റാക്കി എടുക്കാം. പിന്നെ ഞാൻ ഓഫ് ക്യാമറയിൽ ഇരുന്നാണ്ട് കുറച്ചൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിരുന്നു, ആ കേവൊക്കെ ഒന്ന് പോയേക്കിനു. അപ്പോൾ അതിന് കുറേ അയണൊക്കെ കിട്ടീന്. അയണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുമ്പോൾ ലാസ്റ്റായിരിക്കും നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അത്യാവശ്യം കുറേ കിട്ടിയാണ്. നമ്മൾ ഫുൾ ആർമറിനുള്ള അയണൊക്കെ ഉണ്ട്. അപ്പോൾ ഓഫ് ക്യാമറ ഇരുന്നാണ്ട് നമ്മൾ കേവും അതുപോലെ തന്നെ കുറച്ച് ഇതൊരു ഐലൻഡാണെന്ന് തോന്നണോ, കുറച്ചൊന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിരുന്നു. നേരല്ലേ, പിന്നെ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യും വേണം. പിന്നെ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും മണ്ടത്തരൊക്കെ ചെയ്യും. അപ്പോൾ നിങ്ങളത് കാര്യമൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾക്ക് ന്യൂബാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടോളി. കമൻറ്റ് ബോക്സിൽ പിന്നെ ഇതൊക്കെ ഇടാനുള്ളതാണ്. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഫ്രീ ആക്കി ഇടരുത്, കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഇട്ടോളി. അപ്പോൾ ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നമ്മളായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതിന് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തും. ഇവരാണ് പറഞ്ഞതെന്ന് പറഞ്ഞാണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇനി ഫുള്ള് ഇങ്ങനെ കാണിച്ചാൽ നമ്മളെ വീഡിയോ ലെങ്ത്ത് കൂടും. അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് ചെറിയ ക്ലിപ്പ് ആക്കിക്കൊണ്ട് നമുക്ക് ചെയ്യാം. ഇതിൽ പിന്നെ ബെഡ്റോക്ക് ആണല്ലോ, ടൈം ലാപ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ചെറിയ ക്ലിപ്പ് ആയിക്കൊണ്ട് കാണാം. അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ ഈ ബ്ലോക്കും കൂടി വെച്ചാൽ നമ്മൾ ഏകദേശം വീടിൻ്റെ ഒരു പ്ലാൻ ആയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഒരു ഏകദേശം പ്ലാനറുണ്ട്. ഇത് അടിയത്തെ ഒരു ഇതാണ്, ലെയറാണ്. ഇവിടെ ആയിരിക്കും നമ്മളെ ബ്രൂയിങ് സ്റ്റേഷൻ വരുന്നത്. ഈ ഭാഗത്തേക്ക് നമ്മൾ ചെറിയൊരു സ്റ്റോറേജ് സെറ്റപ്പ് ആണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മളെ വീടിൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ വീടിൻ്റെ പണിയൊക്കെ ഫുള്ളായിട്ടുണ്ട്. 3
2 1. അപ്പോൾ ഇതാണ് നമ്മളെ വീട് എന്ന് പറയണ്ടേ. ഇതാണ് നമ്മളെ സ്റ്റാർട്ടർ ഹൗസ് എന്ന് പറയണ്ടേ. നമ്മളെ ഡേർട്ടൊക്കെ വെക്കുന്നുണ്ട്. നമ്മളെ സ്റ്റെയർ കേസ് വെക്കാൻ വേണ്ടിയിട്ട് റൂഫിലുള്ള കോബിൾ സ്റ്റോണിൻ്റെ സ്റ്റെയർ കേസ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡേർട്ട് വെച്ച് കയറിയതേനു. അതൊക്കെ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ വീട് എന്ന് പറയണ്ടേ. പക്ഷേ ഇവിടെ നമുക്ക് ഇനി ലാൻഡേൺ വെക്കാനുണ്ട് 8-ന്. അവിടെ കുറച്ചും കൂടി ഭംഗി കിട്ടുള്ളൂ. അപ്പോൾ ഉള്ളിലൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ നമുക്ക് ബെഡ് കൊടുന്ന് വെക്കണം. അതൊക്കെ നമുക്ക് ചെയ്യാം. അവിടെ കുറച്ച് ഫർണസും ബ്ലാസ്റ്റ് ഫർണസൊക്കെ വെക്കാനുണ്ട്. അതൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോണ്ടേ. അപ്പോൾ കൈസ് നമ്മൾ ഏതാണ്ട് ഈ ഭാഗത്ത് നമ്മൾ ഫർണസ് കിട്ടിയില്ല. ഫർണസ് ഇനി അവിടെ നിന്ന് എടുത്തിട്ട് വേണം. ബ്ലാസ്റ്റ് ഫർണസും സ്മോക്കറും വെച്ചിട്ടുണ്ട്. നമ്മളിനി ക്രാഫ്റ്റിംഗ് ടേബിളൊന്നും അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടിയിലൊന്ന് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ വെക്കണം. പിന്നെ ആ ഡേർട്ട് ഉള്ള സ്ഥലത്ത് നമുക്ക് മറ്റേതുണ്ടല്ലോ ബ്രോയിങ് സ്റ്റേഷന് സാധനം ഉണ്ട് മഞ്ഞ, ആ സാധനം വെക്കാണ്ട് അതിനുള്ള സ്പേസാണ് നമ്മൾ അവിടെ വെച്ചിട്ടുള്ളത്. ഇനി ഈ ഭാഗത്തേക്ക് നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ വെക്കാം. എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടിയിൽ വന്നാണ്ട് ഇനി മേൽക്ക് കയറണ്ടല്ലോ. അടിയിൽ നിന്ന് എന്തെങ്കിലും ഇനി ക്രാഫ്റ്റ് ചെയ്താണ്ട് പെട്ടി വെക്കണമെന്നുണ്ടെങ്കിൽ അടിയിൽ നിന്ന് തന്നെ ക്രാഫ്റ്റ് ചെയ്ത് വെക്കാം. മേൽക്ക് കയറേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ഇവിടെ ഒരു ബെഡും കൂടി വെച്ചാൽ നമ്മളത് റെഡിയാവും. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തും ഇതാ ലാൻഡേൺ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ് കൊടുത്തിട്ട് ഇവിടെ ഇടാം. അപ്പോൾ നമ്മളെ വീടിൻ്റെ പണിയൊക്കെ ഏകദേശം ഫുള്ളായിട്ടുണ്ട്. ഇനിയാണ് ഡിസൈനൊക്കെ എപ്പോഴെങ്കിലും നോക്കാം. ഇതാണ് നമ്മൾ ഇതിലുള്ള ബാക്കി വന്ന സാധനങ്ങൾ എന്ന് പറയുന്നത്. ഇതാ നമ്മൾ ഓഫ് ക്യാമറ ഇന്നാണ്ട് അയണൊക്കെ മൈൻ ചെയ്തതിനോ അതിന് നമുക്ക് ഷീൽഡ് ഉണ്ടാക്കിയതാണ്. അതൊക്കെ ഞാനിടാം. ഇനി നമുക്ക് ഈ സ്റ്റോൺ കട്ടറൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ നമ്മൾ സ്റ്റോൺ കട്ടറൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മളിവിടെ ക്ലിയർ ചെയ്യുന്ന ഇടയിൽ നമ്മളെ സണ്ണക്ക് താഴെയുണ്ട്. അപ്പോൾ രാത്രി ആവാനായിട്ടുണ്ട്. അപ്പോൾ കിടക്കാൻ ഇനി നമുക്ക് പുതിയ സ്ഥലത്ത് തന്നെ കിടക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണിക്കാം. പിന്നെ ഇവിടെ വന്ന കച്ചറൊക്കെയാണ് നമ്മളെ ഒരു പുതിയ ചെസ്റ്റ് 2 എണ്ണം ക്രാഫ്റ്റ് ചെയ്ത ക്രാഫ്റ്റില്ല. നമ്മളെ ഇതിൽ ഓൾറെഡി ഉള്ളത് നമ്മൾ അവിടെ വെച്ച കണ്ട് അയക്ക് നമ്മൾ കുറച്ചുകൂടി സാധനങ്ങൾ ഇട്ടിട്ടുണ്ട് അവിടെ ഉള്ളത്. പിന്നെ നമുക്ക് ഇത് വേണം, ഷവൽ വേണം അവിടെ പൊട്ടിക്കാൻ. അപ്പോൾ അതും ഇല്ല, അതൊന്നും എടുക്കാം. അപ്പോൾ നമുക്ക് ഇനി കിടന്നുറങ്ങാൻ പോവാം. അപ്പോൾ നമ്മളിവിടെ ഫർണസ് വെക്കാറുണ്ടോ അത് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഷവലും ക്രാഫ്റ്റ് ചെയ്ത് കണ്ട് നമ്മളെ പണി നമ്മളെ ബാക്കി ചെയ്യാട്ടോ. അപ്പം അങ്ങനെ ഇവിടുത്തെ ലാസ്റ്റത്തെ ഫെൻസ് ഗേറ്റ് പൊട്ടിച്ചെടുത്താൽ ഇവിടെ ഫുള്ള് ക്ലിയർ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ ഒരു ഡേർട്ട് ബ്ലോക്കും ഇല്ല, ഫുള്ള് ഫ്ലാറ്റായി കിടക്കുകയാണ്. ഇത് തന്നെയാണ് ആവശ്യം. ഇനി ഇവിടെ നമ്മൾ പാത്തൊക്കെ സെറ്റ് ചെയ്ത് കണ്ട് അങ്ങോട്ടുള്ള വയ്യൊക്കെ റെഡിയാക്കുന്നതാണ്. പിന്നെ ഇവിടെ കുറച്ച് ടോർച്ചൊക്കെ ഒന്ന് വെച്ചാട്ടെ, അല്ലെങ്കിൽ നമ്മളെ സോംബിയും ക്രീപ്പറൊക്കെ വന്ന് പൊട്ടി തെറിച്ചും. നമ്മളെ പേരൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. കഷ്ടപ്പെടാനൊന്നുമില്ല, ചെറിയ ഒരു പേരല്ലേ, അതൊക്കെ നമ്മൾ വേണ്ടാക്കിയെടുത്തു. ബാക്കി വന്ന എല്ലാ ചപ്പ് ചവറുകളും നമ്മളെ ചെസ്റ്റിക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ അയൺ എടുത്താണ്ട് നമ്മളെ രണ്ടാമത്തെ എപ്പിസോഡിൽ അയൺ ആർമർ സെറ്റാക്കട്ടെ. 56 അയൺ ഉണ്ടായിരുന്നു. ഹെൽമെറ്റ്, ഒരു ചെസ്റ്റ് പ്ലേറ്റ്, ഒരു ലെഗിങ്സ്, ഒരു ബൂട്ട്. അപ്പോൾ അങ്ങനെ ഗൈസ് നമ്മളിതാ ഫുൾ അയൺ ആർമറും ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഇന്ന് ഒരു വീടും വെച്ചു, അയൺ ആർമറും ആയി. അപ്പോൾ ഇനി നമുക്ക് പുറത്ത് കിടക്കുന്ന ചെസ്റ്റിൽ നിന്നൊക്കെ ഔത്തുക വെക്കാണ്ട് അത് ഞാൻ ഓഫ് ക്യാമറയിൽ ഇരുന്ന് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രക്കുള്ളൂ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നേക്കും. എല്ലാവർക്കും ബൈ.